ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷനിൽ ഹാരോഡോമാർ മോഡലിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹാരോഡോമാർ മോഡലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കഴിഞ്ഞ സെഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് മിസ് വിചാരിക്കുകയാണ്. ആ സെഷൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സെഷൻ കാണാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഇതെന്താണ്, ഒരു കണ്ടിന്യൂവേഷൻ പോലെ പോകുന്നത് കൊണ്ട് ആ സെഷൻ കണ്ടാൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ സെഷൻ കണ്ടവരായിരിക്കുമല്ലോ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അതെ, നമ്മൾ മോഡേൺ ഇക്കണോമിക് ഗ്രോത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതുകൂടാതെ എന്താണ്, ഹാരോഡോമാർ മോഡലിന്റെ അസംഷൻസും ഡിസ്കസ് ചെയ്തു. പിന്നെ ഹാരോഡോമാർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഹാരോഡോമാർ ഇക്വേഷൻ എന്താണ്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ഇക്വേഷൻ ആണ് അല്ലേ? ഫേമസ് ആയിട്ടുള്ള ഹാരോഡോമാർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ഇക്വേഷൻ ആണ്. എന്താണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് മിസ് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ഇക്കോണമി ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് റേറ്റിനെയാണ് നമ്മൾ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിന്നെ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇക്വേഷൻ പറഞ്ഞിരുന്നു. അത് കൂടാതെ നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞിരുന്നു? യെസ്, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഒരു ഹാരോഡോമാർ മോഡലിന്റെ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി നമ്മൾ ഇന്നത്തെ സെഷനിൽ ആ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും മിസ്സിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരണം, ആരും ഡൈവേർട്ട് ചെയ്ത് പോവരുത്. യെസ്, അപ്പം ഹാരോഡോമാർ മോഡലിന്റെ എന്താണ് ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്? എന്താണ്? നൈഫ് എഡ്ജ് പ്രോബ്ലം ആണ്. ഹാരോഡോമാർ മോഡലിന്റെ ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നൈഫ് എഡ്ജ് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് പറയാം, എങ്ങനെയാണ് നമുക്ക് സ്റ്റഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെയാണ് നമുക്ക് സ്റ്റഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക? ഹാരോഡിന്റെ അഭിപ്രായത്തിൽ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുകയാണ് എങ്കിലാണ് ഒരു ഇക്കോണമിക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക? സ്റ്റഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുക. എന്താണ്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുകയാണ് എങ്കിൽ മാത്രമാണ് ഒരു ഇക്കോണമിക്ക് സ്റ്റഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുക എന്നാണ് ഹാരോഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GW കൊണ്ടാണ്. ഈ GW is equal to S/θ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഏതൊരു പീരീഡിലേക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന് നമ്മൾ GTE കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന് നമ്മൾ GTE കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെ നമ്മൾ KT/YT എന്ന് പറയും. അതായത് T എന്ന് പറയുന്ന പീരീഡിലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണെങ്കിൽ അതിനെ നമ്മൾ KT/YT എന്ന് പറയും. ഇനി പ്രീവിയസ് പീരീഡിലെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? KT-1 ഡിവൈഡഡ് ബൈ YT-1 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോ എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുടെ ഇക്വേഷൻ ആണ് എന്ത്? KT/YT എന്ന് പറയുന്നത്. T എന്ന് പറയുന്ന പീരീഡിൽ, അത് ഏതൊരു പീരീഡിലും കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു KT is equal to YT എന്ന് പറയുന്ന കാര്യം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ മുമ്പത്തെ സെഷനിൽ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതായിരുന്നു IT is equal to KT-1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ KTക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? θ/YT കൊടുത്തൂടെ? നിങ്ങൾ
അങ്ങനെ നമുക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അല്ലെ? കാരണം എന്താണ്? കെ ടി is equal to തീറ്റ വൈ ടി ആണ് എന്ന് നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തു. അപ്പൊ എന്താണ്? കെ ടി മൈനസ് വണ്ണിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? തീറ്റ വൈ ടി മൈനസ് വൺ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കെ ടിയുടെയും കെ ടി മൈനസ് വണ്ണിന്റെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഐ ടിയുടെ ഇക്വേഷനിൽ നമുക്ക് എന്താക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സ്ലൈഡിലേക്ക് നമുക്ക് വരാം. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുടെ ഇക്വേഷൻ ആണ് ഇത്, കെ ടി ഡിവൈഡഡ് ബൈ വൈ ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കെ ടിക്ക് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, എന്താണത്? തീറ്റ വൈ ടി എന്നുള്ളതാണ്. ഇനി കെ ടി മൈനസ് വണ്ണിന്റെ ഇക്വേഷൻ അപ്പൊ എന്തായിരിക്കും? തീറ്റ വൈ ടി മൈനസ് വൺ എന്നുള്ളതാണ്. ഇനി ഐ ടിക്ക് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, അതാണ് എന്ത്? കെ ടി മൈനസ് വൺ എന്നുള്ളത്. അപ്പൊ ഈ കെ ടിക്കും കെ ടി മൈനസ് വണ്ണിനും പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുത്തൂടെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഐ ടി is equal to കെ ടിക്ക് പകരം തീറ്റ വൈ ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ കെ ടി മൈനസ് വണ്ണിന് പകരം തീറ്റ വൈ ടി മൈനസ് വൺ കൊടുക്കുന്നു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി ഇവിടെ രണ്ട് സൈഡിലും തീറ്റ കോമൺ ആണ് അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും തീറ്റ കോമൺ ആയതുകൊണ്ട് തീറ്റയെ നമ്മൾ പൊതുവായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ടി is equal to തീറ്റ ഇൻറ്റു വൈ ടി മൈനസ് വൺ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പൊ മിസ് കാണിച്ചിട്ടുള്ള ആ ഒരു ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഇതില് വൈ ടി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ട് ആണ് അല്ലെ? വൈ ടി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ട് ആണ്. ഈ കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് ആ ഒരു പീരീഡ് തീരാനാകുമ്പോൾ അല്ലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ പീരീഡ് തീരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ആ കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പം ആ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ വൈ ടി ഇ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ വൈ ടി ആണ്. ശരിക്കും എന്താണ്? കറണ്ട് പീരീഡിലെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വൈ ടിക്ക് പകരം എന്ത് കൊടുക്കാം? വൈ ടി ഇ കൊടുത്തൂടെ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഐ ടി is equal to തീറ്റ ഇൻറ്റു വൈ ടി ഇ വൈ ടി മൈനസ് വൺ എന്നായിട്ട് മാറില്ലേ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇക്വേഷൻ. അപ്പൊ നമുക്ക് പറയാം ഇൻവെസ്റ്റ്മെന്റ്, അതായത് കറണ്ട് പീരീഡിലെ അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന പീരീഡിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അപ്പൊ നമുക്ക് വീണ്ടും പറയാം എന്ത്? കറണ്ട് പീരീഡിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിന്റെയും കറണ്ട് പീരീഡിലുള്ള എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിന്റെയും അതുപോലെ തന്നെ പ്രീവിയസ് പീരീഡിലുള്ള ഔട്ട്പുട്ടിനും ഇടയിലുള്ള ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു ഇക്വേഷനിൽ പറയുന്നത്. മനസ്സിലായോ? അതായത് കറണ്ട് പീരീഡിലെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനും അതുപോലെ തന്നെ പ്രീവിയസ് പീരീഡിലെ ഔട്ട്പുട്ടിനും ഇടയിലുള്ള ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. ഇനി ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് പീരിയഡിലെ ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് എങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ സീറോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി കെയ്നീഷ്യൻ മോഡലിൽ പറയുന്നത് എന്താണ്? വൈ ടി is equal to സി ടി പ്ലസ് ഐ ടി എന്നാണ് കെയ്നീഷ്യൻ മോഡലിൽ പറയുന്നത്. അപ്പം കെയ്നീഷ്യൻ മോഡൽ പ്രകാരം ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസംഷന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും സം ആണ് എന്നാണ് കെയ്നീഷ്യൻ മോഡലിൽ പറയുന്നത്. അപ്പൊ അവിടെ എന്തില്ല? ഗവൺമെന്റ് സെക്ടർ ഇല്ല, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡും ഇല്ല. ഈ കെയ്നീഷ്യൻ മോഡൽ പ്രകാരം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഫിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യുന്നു. ഈ ഒരു മോഡലില് നമ്മൾ
സേവിങ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സേവിങ് കോൺസ്റ്റന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം കൺസംഷന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് കൺസംഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ്? എ പ്ലസ് ബി വൈ ആണ് അല്ലെ. അതിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. ബി എന്ന് പറയുന്നത് MPC ആണ്. അല്ലെങ്കിൽ നമുക്ക് MPCയെ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു ലെറ്റർ ആണ് എന്ത്? ഈ സ്മോൾ ലെറ്റർ C എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ Y എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇൻകം ആണ് അല്ലെ. അപ്പം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു മോഡൽ പ്രകാരം എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കൺസംഷന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? CT is equal to CYT എന്ന് ആയിട്ട് മാറി. ഇനി ഈ CTയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ നമ്മുടെ YTയുടെ ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായിട്ട് മാറും? YT is equal to CYT plus IT എന്നായിട്ട് മാറും. അപ്പൊ ഈ ഒരു ഡെറിവേഷനിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് മിസ് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾക്ക് YT ഇക്വേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ YT ഇക്വേഷൻ. അതിലേക്ക് നമ്മുടെ CTയുടെ ഇക്വേഷൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പം ഈ YT is equal to CYT plus IT എന്ന് പറഞ്ഞു. ഈ രണ്ട് സൈഡിലും YT ഉള്ളത് കൊണ്ട് YTയെ എല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ YT അവിടെ തന്നെ വെച്ചു. ഈ CYT ഈക്വൽസിന്റെ ഇപ്പുറത്തിലേക്ക് വരുമ്പോൾ -CYT ആയിട്ട് മാറും. ബാക്കി അവിടെ ഉള്ളത് എന്ത് മാത്രമാണ്? IT മാത്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ രണ്ട് YT ഉള്ളത് കൊണ്ട് YTയെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ YT ഇൻറ്റു 1 - C എന്നായിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ Y എവിടുന്ന്, ഈ 1 എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ. ഈ YTക്ക് നമ്മളിവിടെ 1 ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ 1 അവിടെ വന്നത് കേട്ടോ. അപ്പോൾ YT ഇൻറ്റു 1 - C is equal to IT എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി ഈ YTയെ നമ്മൾ അവിടെ പുറത്തേ വെച്ചു. YT അവിടെ വെച്ചിട്ട് IT ഡിവൈഡഡ് ബൈ 1 - C എന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ വായിക്കാൻ ഒരു സുഖമില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/1 - ഇൻറ്റു IT എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ 1 - C എന്താണ്? MPS അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ. 1 - C അല്ലെങ്കിൽ 1 - MPC എന്ന് പറയുന്നത് എന്താണ്? MPS ആണ് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ എന്താക്കാം? SC എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതാം. YT is equal to 1/S ഇൻറ്റു IT എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ മിസ് ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. YT is equal to 1/S ഇൻറ്റു IT എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതില് ഈ 1/S എന്ന് പറയുന്നതാണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഈ 1/S എന്ന് പറയുന്നതാണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകം എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? മനസ്സിലായോ? ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ YTE എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. YT is equal to 1/S ഇൻറ്റു IT എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ രണ്ട് സൈഡിനെയും നമ്മൾ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും ഈ ഇക്വേഷൻ? YT ഡിവൈഡഡ് ബൈ YTE is equal to 1/S ഇൻറ്റു IT ഡിവൈഡഡ് ബൈ YTE. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ITക്ക് ഒരു ഇക്വേഷൻ കണ്ടുവച്ചിരുന്നു. ആ ഇക്വേഷൻ ആണ് ഇത്. തീറ്റ ഇൻറ്റു YTE മൈനസ് YT - 1 എന്നുള്ളതാണ് നമ്മൾ മുമ്പ് ITക്ക് കണ്ടുവച്ച ഇക്വേഷൻ. അപ്പൊ ആ ITയുടെ ഇക്വേഷൻ നമ്മൾ എന്താക്കുന്നു? ഈ ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ ആ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
ഇനി 1/s ഇൻറ്റു തീറ്റ വൈ ടി ഇ മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ തീറ്റയെയും 1നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് തീറ്റ ബൈ എസ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിതിനെ വൈ ടി ഡിവൈഡഡ് ബൈ വൈ ടി ഇ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ എസ് ഇൻറ്റു വൈ ടി ഇ മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ എന്ന് കിട്ടി. ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ, മിസ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതായത് വൈ ടി ഇ മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ എന്ന് പറയുന്നതാണ് എന്ത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ജി ടി ഇ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷന് പകരം ജി ടി ഇ എന്ന് കൊടുക്കാം. വൈ ടി ഡിവൈഡഡ് ബൈ വൈ ടി ഈസ് ഈക്വൽ ടു തീറ്റ ബൈ എസ് ഇൻറ്റു ജി ടി ഇ എന്ന് നമ്മൾ കൊടുത്തു. ഇതില് ഈ തീറ്റ ബൈ എസ് ഇല്ലേ, ഈ തീറ്റ ബൈ എസിനെ നമ്മൾ റെസിപ്രോക്കൽ ഇട്ടാൽ എന്തായിട്ട് മാറും, എസ് ബൈ തീറ്റ ആയിട്ട് മാറും അല്ലെ. ഈ എസ് ബൈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് സ്റ്റേറ്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ ഒരു ഡിവിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഡിവിഷനെ നമ്മൾ റെസിപ്രോക്കൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എസ് ബൈ തീറ്റ ആയിട്ട് മാറും അല്ലെ. അപ്പൊ എസ് ബൈ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, ജി ഡബ്ല്യു കൊടുക്കും അല്ലെ. അപ്പൊ നമുക്കിതിനെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള സാധനം ഡിവിഷൻ ആയിട്ട് മാറും. കാരണം നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തത് കൊണ്ടാണ് ആ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവായിട്ട് ഡിവിഷൻ ആകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വൈ ടി ഈസ് ഈക്വൽ ടു വൈ ടി ഇ വൈ ടി ഡിവൈഡഡ് ബൈ വൈ ടി ഇ ഈസ് ഈക്വൽ ടു ജി ടി ഇ ഡിവൈഡഡ് ബൈ ജി ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇതാണ് വൈ ടി ഇ ആണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, വൈ ടി ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പൊ ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിന് ഈക്വൽ ആണ് എങ്കിൽ, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിന് ഈക്വൽ ആണ് എങ്കിൽ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതാണ്. എന്താണ്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിന് ഈക്വൽ ആണ് എങ്കിൽ എന്താണ്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ് നമ്മൾ മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിന് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്ത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് പറഞ്ഞു, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു ടേമിലേക്ക് പോകുകയാണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. എന്താണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്? അതിനെ നമ്മൾ ജി ടി എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ ആണ് എന്ത്, ജി ടി എ ഇസ് ഈക്വൽ ടു വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി. ഇതിനെ നമുക്ക് വൈ ടി ഡിവൈഡഡ് ബൈ വൈ ടി 1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ 1 മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻ നമ്മൾ മുമ്പും കണ്ടിട്ടില്ലേ? യെസ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന്റെ സെയിം ഇക്വേഷൻ ആണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൻ്റെതും. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ രണ്ട് റേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് വൈ ടി ഇ മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ. അപ്പോൾ വൈ ടി ഇ ഡിവൈഡഡ് ബൈ വൈ ടി ഇ എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറും. അപ്പോൾ 1 മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജി ടി ഇ ഉണ്ടല്ലോ അതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 മൈനസ് ജി ടി ഇ ആയിട്ട് മാറും. ഈ മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ഇ ഈസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി ഇ എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതിൽ ഈ വൈ ടി മൈനസ് 1 ഇല്ലേ, ഈ വൈ ടി മൈനസ് 1നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് വൈ ടി മൈനസ് 1ന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇതാണ് ആ ഇക്വേഷൻ.
വൈ ടി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി ഇ ഇൻറ്റു ഈ താഴെയുള്ള വൈ ടി ഇ ഇപ്പുറത്ത് വന്നപ്പോൾ ഇൻറ്റു ആയി, മൾട്ടിപ്ലിക്കേഷൻ ആയി, അപ്പൊ ഇൻറ്റു വൈ ടി ഇ എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വൈ ടി ഇക്ക് വൈ ടി മൈനസ് 1ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം? വൈ ടിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് വൈ ടി മൈനസ് 1നാണ് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വൈ ടിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. വൈ ടിക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാ വൈ ടി ഡിവൈഡഡ് ബൈ വൈ ടി ഇ ഇസ് ഈക്വൽ ടു ജി ടി ഇ ഡിവൈഡഡ് ബൈ ജി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിരുന്നു അല്ലെ. അതിൽ നിന്ന് ഈ വൈ ടിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഈ വൈ ടി ഇനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതെന്തായിട്ട് മാറി? ജി ടി ഇ ഡിവൈഡഡ് ബൈ ജി ഡബ്ല്യു ഇൻറ്റു വൈ ടി ഇ എന്നായിട്ട് മാറി. ഈ ജി ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വാറണ്ടർ ഗ്രോത്ത് റേറ്റ് ആണല്ലേ. ഈ വാറണ്ടർ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എസ് ബൈ തീറ്റയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് അതിന് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് വൈ ടി ഇസ് ഈക്വൽ ടു ജി ടി ഇ ഡിവൈഡഡ് ബൈ എസ് ബൈ തീറ്റ ഇൻറ്റു വൈ ടി ഇ എന്ന് എഴുതി. ഈ എസ് ബൈ തീറ്റ ഇവിടെ താഴെ നമുക്ക് ഇവിടെ 2 ഡിവിഷൻ വന്നതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ തീറ്റ ബൈ എസ് എന്ന് ഇതിനെ റെസിപ്രോക്കൽ ഇട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഇതെന്തായിട്ട് മാറി? വൈ ടി ഇസ് ഈക്വൽ ടു തീറ്റ ബൈ എസ് ഇൻറ്റു ജി ടി ഇ ഇൻറ്റു വൈ ടി ഇ എന്നായിട്ട് മാറി. അപ്പൊ നമുക്ക് വൈ ടിക്കും ഒരു ഇക്വേഷൻ കിട്ടി, വൈ ടി മൈനസ് 1നും ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? വൈ ടിക്കും കിട്ടി, വൈ ടി മൈനസ് 1നും ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്, അതായത് ജി ടി എയുടെ ഇക്വേഷനിൽ നമ്മൾ വൈ ടിയുടെയും വൈ ടി മൈനസ് 1ന്റെയും ഇക്വേഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ ജി ടി എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ ടി ആയിരുന്നു നമുക്ക് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് വൈ ടി മൈനസ് 1ന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 1 മൈനസ് ജി ടി ഇ ഇൻറ്റു വൈ ടി ഇ എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വൈ ടിക്ക് പകരം തീറ്റ ബൈ എസ് ഇൻറ്റു ജി ടി ഇ ഇൻറ്റു വൈ ടി ഇ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ ടി ഇ അല്ലേ, 2 സൈഡിലും കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെട്ടിക്കളഞ്ഞൂടെ? ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളത് 1 മൈനസ് ജി ടി ഇ ഡിവൈഡഡ് ബൈ തീറ്റ ബൈ എസ് ഇൻറ്റു ജി ടി ഇ ആണ്. അപ്പൊ ഈ തീറ്റ ബൈ എസിനെ നമുക്ക് എന്താക്കാം? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഇത് റെസിപ്രോക്കൽ ഇട്ടിട്ട് വീണ്ടും എസ് ബൈ തീറ്റ ആയിട്ട് മാറും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ജി ടി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി ഇ ഡിവൈഡഡ് ബൈ ജി ടി ഇ ഇൻറ്റു തീറ്റ ബൈ എസ് എന്തായിട്ട് മാറി? എസ് ബൈ തീറ്റ ആയിട്ട് മാറി. നമ്മൾ റെസിപ്രോക്കൽ എടുത്തപ്പം എസ് ബൈ തീറ്റ ആയിട്ട് മാറി. ഇത് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറോ ഒരു പെന്നോ എടുത്തിട്ട് ഈ ഡെറിവേഷൻ എഴുതി വരണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഇനി എത്തപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താണ്? ജി ടി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി ഇ ഡിവൈഡഡ് ബൈ ജി ടി ഇ ഇൻറ്റു എസ് ബൈ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ പറയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആകുമ്പോൾ, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇക്വേഷനിൽ ഇവിടെ ആദ്യം എന്തായിരുന്നു? ജി ടി ഇ ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജി ടി എ കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ജി ടി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി എ ഡിവൈഡഡ് ബൈ ജി ടി എ ഇൻറ്റു എസ് ബൈ തീറ്റ എന്ന് കൊടുത്തു. ഇനി ഈ 1 ഇല്ലേ, ഈ 1 നമുക്ക് എന്താക്കാം? ഈ 1ന്റെ അടുത്തേക്ക് ഈ ജി ടി എ കൊണ്ടുവരാം. അപ്പൊ 1 മൈനസ് ജി ടി എ എന്നായിട്ട് മാറി. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ മൈനസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒഴിവാക്കിയിട്ട് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? 1 മൈനസ് ജി ടി എ ഇൻറ്റു 1 മൈനസ് ജി ടി എ ഡിവൈഡഡ് ബൈ ജി ടി എ ഇൻറ്റു എസ് ബൈ തീറ്റ എന്നായിട്ട് മാറി. ഇനി ഈ താഴെ ഡിവിഷനിൽ കിടക്കുന്ന ജി ടി എനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1 മൈനസ് ജി ടി എ ഇൻറ്റു ജി ടി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ജി ടി എ ഇൻറ്റു എസ് ബൈ തീറ്റ എന്ന് കിട്ടി.
എസ് ബൈ തീറ്റ എന്ന് കിട്ടി. ഇതിൽ രണ്ട് സൈഡിലും 1 - GTA ഇല്ലേ, അതിന് രണ്ടിനെയും നമുക്ക് എന്താക്കാം, വെട്ടിക്കളയാം. ബാക്കിയുള്ളത് എന്താണ്, GTA ഇസ് ഈക്വൽ ടു എസ് ബൈ തീറ്റയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആണ് എന്നല്ലേ ഈ ഫൈനൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ആണല്ലേ? അപ്പൊ നമുക്ക് പറയാം എന്ത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആവുകയാണ് എങ്കിൽ, നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്ത കാര്യമായിട്ടാണ് പറയുന്നത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആവുകയാണ് എങ്കിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡെറിവേഷൻസ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ ആണ് ഇത്. GTA is equal to YT minus 1 divided by YT is equal to 1 minus YT minus 1 divided by YT. ഈ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ, ഇത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, YT minus 1ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? YT minus 1ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ YTക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. YT minus 1നും YTക്കും നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷനിൽ നമ്മൾ YT minus 1ന്റെയും YTയുടെയും ഇക്വേഷൻസ് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിലേക്ക് എത്തി, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഇക്വേഷനിൽ എന്താണ് പറയുന്നത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹാരോ-ഡോമാർ മോഡൽ പ്രകാരം എന്താണ്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡീവിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഇക്കോണമിയിൽ എന്തുണ്ടാകും, ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇക്കോണമിയിൽ ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത് എപ്പോഴാണ്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡീവിയേറ്റ് ചെയ്യുകയാണ് എങ്കിലാണ് എന്തുണ്ടാകുന്നത്, ഇക്കോണമിയിൽ ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അതായത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാകും. അപ്പൊ അതൊരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ആയിട്ട് മാറി. ഇനി എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവാണെങ്കിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ അപ്പോഴും ഇക്കോണമിയിൽ എന്തുണ്ടായി, ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നതിന് എന്താവശ്യമാണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിങ്ങൾക്ക് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഇൻസ്റ്റബിലിറ്റി ആണ് കാണുന്നത്. അതായത് ഇവിടെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാണ് എന്ത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഉള്ളത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാണ് എന്തുള്ളത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഉള്ളത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ഗ്രോത്ത് റേറ്റുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഫിഗറിൽ എന്താണ് കാണിക്കുന്നത്, എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാണ്. അപ്പം എന്ത് സംഭവിക്കും, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലായിരിക്കും. ഓക്കെ, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലായിരിക്കും. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് റോങ് സിഗ്നൽ ആണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ, അതായത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിൽ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലായിട്ട് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ സെക്യുലാർ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷൻ എന്ത് കാരണമാകും, സെക്യുലാർ ഇൻഫ്ലേഷന് കാരണമാകും. സെക്യുലാർ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, എങ്ങനെയാ സെക്യുലാർ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലുള്ള ഗ്രോത്തിനേക്കാൾ ഇൻകത്തിൽ
ഗ്രോത്ത് ഉണ്ടാവുക, ഇൻകം ഗ്രോ ചെയ്യുക, ആക്ച്വൽ ഇൻകം ഗ്രോ ചെയ്യുക. അപ്പോഴാണ് അവിടെ സെക്യുലാർ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു ഇനീക്വാളിറ്റി വന്നു. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ഇക്കോണമി സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ അത് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തിൽ നിന്ന് ഒരു ഇക്കോണമിയെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ഇതിനെയാണ് നമ്മൾ നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തിൽ നിന്ന് അത് ഒരു ഇക്കോണമിയെ ഡ്രിഫ്റ്റ് ചെയ്യിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഫിഗറിൽ സെയിം ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ആണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാണ്. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ മുകളിലാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാം എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ലെസ് ദാൻ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്തിനേക്കാൾ കുറവാണ്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവായിരിക്കും. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പം ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ലെസ് ദാൻ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ എന്തിന് കാരണമാകും? സെക്യുലാർ ഡിപ്രഷന് കാരണമാകും. സെക്യുലാർ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് സ്ലോലി ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോലി ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സെക്യുലാർ ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു മോഡലിന്റെ ലിമിറ്റേഷൻസ് ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ മോഡലിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ മോഡലിന്റെ അസംഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊപ്പൻസിറ്റി ടു സേവും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും എന്താണ്? MPS-ഉം അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ ഇതിന്റെ അസംഷനിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇൻ റിയൽ വേൾഡിൽ നമുക്ക് സ്റ്റഡി ഗ്രോത്തിന് ഇതൊക്കെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും MPS-ഉം ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലേബറും ക്യാപിറ്റലും നമ്മൾ ഫിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ലേബറും ക്യാപിറ്റലും നമ്മൾ ഫിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ജനറലി നമുക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും അല്ലെ? ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമുക്ക് ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ മാത്രമേ ഒരു ഇക്കോണമി സ്റ്റഡി ഗ്രോത്ത് പാത്തിലേക്ക് സ്മൂത്ത്ലി മൂവ് ചെയ്യുകയുള്ളൂ. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഒരു ഇക്കോണമി സ്റ്റഡി ഗ്രോത്ത് പാത്തിലേക്ക് സ്മൂത്ത്ലി മൂവ് ചെയ്യുള്ളൂ. അത് ഫിക്സ്ഡ് പ്രപ്പോർഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് സ്മൂത്ത്ലി ഒരു ഇക്കോണമിയെ മൂവ് ചെയ്യിക്കാനായിട്ട് കഴിയില്ല. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു മോഡലിൽ വെച്ചിരുന്നത്. അതായിരുന്നു ഒരു അസംഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ജനറൽ പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഒരു ഇക്കോണമിയെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ പ്രൈസിൽ എന്ത് കൊണ്ടുവരണം? ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതായത് ലോങ് റണ്ണിലേക്ക് പോകുന്തോറും പ്രൈസിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ചേഞ്ചസ് വരും. ഇനി അടുത്ത അസംഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തില്ല? ചേഞ്ചസ് ഇല്ല എന്ന് നമ്മൾ അസംഷനിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരും. അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ, ഓവർ പ്രൊഡക്ഷന്റെ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ അത് എന്തിന് കാരണമാകും? ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോസസ്സ് ഉണ്ടാവാൻ കാരണമാകും. അപ്പൊ അവിടെ എന്തുണ്ടാകും? പ്രോഫിറ്റ് ഉണ്ടാകും. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഗുഡ്സിന്റെ സപ്ലൈയും കൂടും. ഇതാണ് അടുത്ത ഒരു ലിമിറ്റേഷൻ. ഇനി
അടുത്ത ലിമിറ്റേഷൻ ആണ് എന്ത്? ഹാരോഡോമാർ മോഡലിൽ ഗവൺമെന്റ് പ്രോഗ്രാംസിന്റെ ഇഫക്റ്റുകളൊക്കെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഹാരോഡോമാർ മോഡലിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹാരോഡോമാർ മോഡലിൽ ഒരു ഇക്കോണമിയിൽ സേവ് ചെയ്യുന്നതിൻ്റെയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ മോഡൽ പ്രകാരം ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് സേവിംഗ് റേഷ്യോ ആയിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുമായിട്ട് നെഗറ്റീവ് റിലേഷൻഷിപ്പും ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഹയർ സേവിംഗ് റേറ്റ് എന്തിന് കാരണമാകുന്നുണ്ട്? ഫിസിക്കൽ ക്യാപിറ്റലിൽ മോർ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് കാരണമാകുന്നത്. അപ്പൊ സേവിംഗ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താക്കാം? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും എന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത് എന്തിന് കാരണമാകും? പ്രൊഡക്ഷൻ കൂടാൻ കാരണമാകും. ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ ഇക്കണോമിക് ഗ്രോത്ത് കൂടാനായിട്ട് കാരണമാകും. പിന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ എന്താണ് കാണിക്കുന്നത്? അതായത് 1 യൂണിറ്റ് ഔട്ട്പുട്ട് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമാണ് എന്നാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ കാണിക്കുന്നത്. പിന്നെ മെഷീൻസ് യൂസ് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസിയെ കുറിച്ചും നമ്മൾ ഈ ഒരു മോഡലിൽ പറയുന്നുണ്ട്. പിന്നെ ഈ മോഡലിൽ പ്രകാരം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തിന് കാരണമാകും? ഹയർ ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകും എന്നാണ് പറയുന്നത്. കുറഞ്ഞ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തിന് കാരണമാകും? ഹയർ ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകും. അല്ലെങ്കിൽ എഫിഷ്യൻസി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറഞ്ഞ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് കുറഞ്ഞ ഔട്ട്പുട്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഈ ഒരു മോഡലിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? ഡൊമസ്റ്റിക്കലി ആയിക്കോട്ടെ അബ്രോഡിൽ നിന്ന് ആയിക്കോട്ടെ സേവിങ് കൂട്ടേണ്ടത് ആവശ്യമാണ്. ഇക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ എന്താവശ്യമാണ്? സേവിങ് കൂട്ടേണ്ടത്. അത് നമുക്ക് ഡൊമസ്റ്റിക്കലി സേവ് ചെയ്യാം, അല്ലെങ്കിൽ അബ്രോഡിൽ നിന്ന് സേവ് ചെയ്യാം. എന്തു ആയിക്കോട്ടെ സേവിങ് നമ്മൾ കൂട്ടേണ്ടത് ആവശ്യമാണ്. ഈ ഹയർ സേവിങ് എന്ത് ക്രിയേറ്റ് ചെയ്യും? സെൽഫ് സസ്റ്റെയിനിങ് ഇക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യും. അതായത് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യും? സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ഹയർ സേവിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത്. ഈ മോഡലിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തിന് എന്താവശ്യമില്ല? ഒരു നാച്ചുറൽ ആയിട്ടുള്ള റീസൺ ആവശ്യമില്ല എന്നാണ് ഈ മോഡലിൽ പറയുന്നത്. പിന്നെ സസ്റ്റൈൻഡ് ഇക്കണോമിക് ഗ്രോത്തിന് എന്താവശ്യമാണ്? എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്തിന് കാരണമാകും? സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തിൽ നിന്ന് ഒരു ഇക്കോണമി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും അല്ലെ? ഇതിന് നമ്മൾ എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു. എന്താണ് എന്ന് ഓർമ്മയുണ്ടോ? നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ ഹാരോഡോമാർ മോഡലിൽ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടല്ലേ? ഈ ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ മോഡലിന്റെ റിജിഡ് ആയിട്ടുള്ള അസംഷൻസ് തന്നെയാണ്. അപ്പൊ ആ അസംഷൻസ് ഏതൊക്കെയാണ്? ഫിക്സഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഫിക്സഡ് സേവിംഗ് റേറ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇതൊക്കെയാണ് ആ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലത്തിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ? അപ്പൊ ഒന്നാമത് 2022 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, ഇതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് 2022 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ മിസ് കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു പെർ ക്യാപിറ്റ GDP-യിൽ എന്താ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകില്ല. പിന്നെ നമ്മളൊരു ഹിസ്റ്ററിയിലൂടെ കടന്നുപോയി അല്ലേ?
അപ്പം അതാണ് ഇവിടെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്? ആ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ സെഷനിൽ മിസ് പറഞ്ഞിരുന്നു. അപ്പം അതും നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്താണ്? ഒരു ഇക്കോണമി ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് റേറ്റിനെയാണ് നമ്മൾ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ആ ഒരു ഡെറിവേഷൻ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പഠിച്ചിരിക്കണം. ഇനി 2022 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നൈഫ് എഡ്ജ് പ്രോബ്ലത്തിനെ കുറിച്ച് എഴുതാൻ. നൈഫ് എഡ്ജ് പ്രോബ്ലം എന്താണ് എന്ന് ഇപ്പൊ കൂടി നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലേ? ഹാരോഡോമാർ മോഡലിന്റെ ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ആണ് എന്ത്? നൈഫ് എഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ്, അതെങ്ങനെയാ ഉണ്ടാകുന്നത്? ഈ ഹാരോഡോമാർ മോഡലിന്റെ റിജിഡ് ആയിട്ടുള്ള അസംഷൻസ് കാരണമാണ് ഈ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത്, അല്ലേ? ഏതൊക്കെയാണ് അസംഷൻസ്? ഫിക്സഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഫിക്സഡ് സേവിംഗ് റേറ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇതൊക്കെയാണ്, അല്ലേ? ഈ അസംഷൻസ് കാരണമാണ് ഈ ഒരു ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ട് നൈഫ് എഡ്ജ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്തിന് കാരണമാകും? സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തിൽ നിന്ന് ഒരു ഇക്കോണമി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ഇതിനെയാണ് നമ്മൾ നൈഫ് എഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റബിലിറ്റി കണ്ടീഷനും സിറ്റുവേഷനും ഒക്കെ നമ്മൾ 2 ഡയഗ്രത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡയഗ്രാം കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഡയഗ്രാം വളരെ ഈസിലി നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി അടുത്തതും എന്തിനെ കുറിച്ച് തന്നെയാണ്? 2023 ജൂണിൽ ചോദിച്ചിട്ടുള്ളതും എന്തിനെ കുറിച്ച് തന്നെയാണ്? നൈഫ് എഡ്ജ് പ്രോബ്ലത്തിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നൈഫ് എഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രത്തോളം ഈ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1ൽ പഠിക്കാനുള്ളത്. അപ്പം മിസ് കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലും എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് മിസ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവായ്ക ഉണ്ട് എങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെഷൻ കാണുക. എന്നിട്ട് ആ ഡെറിവേഷൻസ് മിസ്സിന്റെ കൂടെ തന്നെ ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു വഴക്കം കിട്ടും. അപ്പം നിങ്ങൾ എന്താക്കണം? അതിനനുസരിച്ച് ചെയ്ത് പഠിക്കണം. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. ഇതിലുള്ള മിസ് തന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1ൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് യൂണിറ്റ് 2 അടുത്ത സെഷനിൽ കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് മിസ് വിചാരിക്കുന്നത്. താങ്ക് യു.